യെസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു അലുവയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 2 ബീട്രൂട്ട് അരിഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഒരു 3/4 ഗ്ലാസ് വെള്ളമൊഴിച്ച് ജ്യൂസ് അരിച്ചെടുക്കാം. മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് അടിച്ചെടുക്കാം. അതിൽ ഒരു 2 ഏലക്കായ ചേർക്കാം. കുറച്ച് കോൺഫ്ലവർ ചേർക്കാം. ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർക്കാം. റാഗിപ്പൊടി അത് റാഗിപ്പൊടി ഒരു 3 ടീസ്പൂണോളം ചേർക്കാം. ഇനി മിക്സിയുടെ ജാറിൽ നന്നായി അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇത് അരിച്ചൊഴിക്കാം. ഇതിലേക്ക് അടിച്ചു വെച്ച ജ്യൂസ് അരിച്ചത് ഒഴിക്കാം. ബീട്രൂട്ട് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ബോഡിക്ക് നല്ല ബ്ലഡ് ഉണ്ടാവാനും എല്ലാ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് എങ്ങനെയും കഴിക്കണം. മഴക്കാലമാകുമ്പോൾ കുറേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ തയ്യാറാക്കി കഴിക്കാം. മധുരം ചേർക്കണം അത്ര നല്ലതൊന്നുമല്ല, എങ്കിലും നമുക്ക് കുറച്ചൊക്കെ മധുരം കഴിക്കാമല്ലോ. നമ്മുടെ ഒരു ഇഷ്ടത്തിന് കുറച്ച് കഴിക്കാം. ഇതിലേക്ക് ബ്രൗൺ ഷുഗർ ചേർക്കാം. 3/4 ഗ്ലാസ്സാണ് ജ്യൂസ് ഉണ്ടായിരുന്നത്. ആ 3/4 ഗ്ലാസ് ബ്രൗൺ ഷുഗർ ഇതിലേക്ക് ചേർക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് നെയ്യിടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കൈവിടാതെ ഇളക്കണം. ഇതിൽ കോൺഫ്ലവറും റാഗിപ്പൊടി വിട്ടതുകൊണ്ട് നമ്മൾ കൈവിടാതെ ഇളക്കിയെടുക്കണം. ഇതിലിടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർക്കണം. നെയ്മയം പുരട്ടി അതിൽ നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെ പകുതി ഒന്ന് അലങ്കരിക്കാനായിട്ട് ഇതിലേക്ക് ഒഴിക്കാം. വിട്ട് വിട്ട് വരണം, അതാണ് അതിൻ്റെ പരുവം. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. ഏകദേശം വെള്ളം വറ്റി വരുന്നുണ്ട്. ഏകദേശം വെള്ളം വറ്റി പാകമായിട്ടുണ്ട്. 1 മിനിറ്റ് കൂടി മതി. വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇതിൻ്റെ പരുവായിട്ടുണ്ട് അലുവയുടെ.
ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ടാപ്പ് ചെയ്യാം. നന്നായി തണുത്തതിന് ശേഷം കുറച്ച് ഉപയോഗിക്കാം കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടം.